ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് SSLC ICT പ്രാക്ടിക്കൽ എക്സാമിന് ഇങ്ക്സ്കേപ്പിൽ നിന്നും വരാവുന്ന മറ്റു ചില ചോദ്യങ്ങളാണ്. ചോദ്യം ശ്രദ്ധിക്കാം. പ്രിപ്പയർ ആൻ ഇമേജ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദി മോഡൽ. സേവ് ദിസ് ഇമേജ് ആസ് SVG ഫയൽ ഇൻ ദി ഫോൾഡർ exam10 in home with your register number _ question number as file name. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മാതൃകയിലുള്ളതുപോലെ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. ഈ ചിത്രം ഹോമിലെ exam10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ SVG ഫയലായി സേവ് ചെയ്യുക. ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു ചോദ്യം മിനിമൈസ് ചെയ്യാം. അതിനുശേഷം അപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന രീതിയിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാം. ആദ്യം നമുക്കൊരു വൃത്തം ആവശ്യമാണ്. അതിനുവേണ്ടി സർക്കിൾസ് ടൂൾ എടുത്ത് നമ്മളൊരു വൃത്തം വരക്കുന്നു. വൃത്തം വരച്ചതിന് ശേഷം ഇതിൻ്റെ കളർ നമുക്ക് ചോദ്യത്തിലുള്ളതുപോലെ ഈ ഒരു കളറാക്കി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കണം. ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുന്നു. ഫിൽ ടാബിനകത്ത് വീൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. നമ്മൾ വീൽ എടുത്തതിന് ശേഷം ചോദ്യത്തിലുള്ള കളറാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഏകദേശം നമ്മൾ ചോദ്യത്തിലുള്ള കളറാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഇതുപോലെ വരക്കേണ്ടതുണ്ട്. അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പ് വരക്കാൻ വേണ്ടി, ചതുരം വരക്കാൻ വേണ്ടി നമ്മൾ ചതുരത്തിൻ്റെ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് എന്ന ടൂളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഇവിടെ വരക്കുന്നു. ഈ റെക്റ്റാങ്കിളിൻ്റെ കളർ നമ്മളിപ്പോൾ താൽക്കാലികമായി ഒരു ബ്ലൂ കളർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ റൗണ്ടിൻ്റെ, അതായത് സർക്കിളിൻ്റെ ഉള്ളിലോട്ട് ചോദ്യത്തിലുള്ളതുപോലെ നമ്മൾ ക്രമീകരിച്ച് വെക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യത്തിലുള്ളതുപോലെ സർക്കിളിൻ്റെ നടുഭാഗത്തേക്ക് നമ്മളതിനെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറ് നമുക്ക് ഒരു വൈറ്റ് കളറാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് കളറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വൃത്തത്തിൻ്റെ, നമ്മൾ ആദ്യം വരച്ച വൃത്തത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ഇതിന് സ്ട്രോക്ക് നമ്മൾ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. സ്ട്രോക്ക് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യണം. സ്ട്രോക്ക് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് നോ പെയിൻറ്റ് കൊടുത്ത് ഒഴിവാക്കണം. അതിനുശേഷം നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് ചെറുതാക്കിയിട്ട് നമ്മളെ ചോദ്യത്തിൽ കാണുന്നത് പോലെ ഈ ഒരു ചതുരത്തിൻ്റെ നടുവിലേക്കായി നമ്മൾ ക്രമീകരിച്ച് വെക്കുന്നു. ഒന്നുകൂടി നമ്മൾ ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചതുരത്തിൻ്റെ നടുവിലായിട്ട് സെൻട്രലായിട്ട് നമ്മൾ അതിനെ ക്രമീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അതിനെ വീണ്ടും ഒന്ന് നല്ലോണം ചെറുതാക്കാം. അതിനുശേഷം ചോദ്യത്തിലുള്ളതുപോലെ ഇവിടെ ഈ സൈഡിലായിട്ട് നമ്മളതിനെ ക്രമീകരിക്കുന്നു. ഇപ്പോൾ ഏകദേശം നമ്മൾ ചോദ്യത്തിലുള്ള മാതൃകയിലേതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമറ എന്ന് ബോൾഡ് ചെയ്ത് താഴെ എഴുതണം. അതിനുവേണ്ടി ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ്. അതെടുത്തതിന് ശേഷം നമ്മൾ വിൻഡോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഒബ്ജക്റ്റ് വരാത്തൊരു ഭാഗത്ത് വെച്ച് ക്ലിക്ക് ചെയ്യുന്നു. കീബോർഡിലെ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ക്യാമറ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ക്യാമറ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓൾറെഡി ആദ്യ വീഡിയോയിലൂടെയൊക്കെ പാർട്ട് 1 സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ടെക്സ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ CTRL-A അത് ഒരുമിച്ച് അമർത്തിയിട്ട് നമുക്ക് ഈ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യേണ്ട ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ നേരെ നോർമലിൽ പോയി ഇതിനെ ബോൾഡ് ചെയ്യുന്നു. ഇവിടെ ബോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫോണ്ട് സ്റ്റൈലിൽ പോയിട്ട് നമ്മൾ ബോൾഡ് ചെയ്യുന്നു. ഇനി നമ്മൾ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് വലുതാക്കി വെക്കാം. ചോദ്യത്തിലുള്ളതുപോലെ നമ്മൾ വലുതാക്കി വെക്കുന്നു. ക്യാമറ എന്ന് ടൈപ്പ് ചെയ്ത് വലുതാക്കി വെക്കുന്നു. ഇനി എല്ലാ ഒബ്ജക്റ്റിനെയും നമുക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഓൾറെഡി ഇപ്പോൾ ടെക്സ്റ്റ് സെലക്റ്റഡ് ആണ്. നമ്മൾ ഷിഫ്റ്റ് അമർത്തി പിടിച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബാക്കി എല്ലാ ഒബ്ജക്റ്റിലും ക്ലിക്ക് ചെയ്ത് എല്ലാതും സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ ഒബ്ജക്റ്റും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഒബ്ജക്റ്റിൻ്റെ മുകളിലും ഒരു സെലക്ഷൻ മാർക്കിംഗ് വന്നിട്ടുണ്ട്. ഇനി ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ക്യാൻവാസിൻ്റെ ഒരു ചതുരം നമുക്കിവിടെ കാണാൻ കഴിയും. അതിൻ്റെ ഉള്ളിലോട്ട് ക്രമീകരിച്ച് വെക്കുക. അതല്ലെങ്കിൽ സേവ് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായി കാണാൻ സാധിക്കില്ല. ഇനി ഈ ചിത്രം ഹോം ഫോൾഡറിൽ exam10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ SVG ഫയലായി സേവ് ചെയ്യുക. SVG ഫയലായി സേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ഈ ഒരു ഷേപ്പിനെ ഈ ഒരു ക്യാൻവാസിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ച് നിർത്താൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഫയൽ മെനുവിൽ സേവ് ആസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ രജിസ്റ്റർ നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം _
ഷിഫ്റ്റും അതുപോലെ ആൽഫബറ്റിൻ്റെ മുകളിലുള്ള മൈനസ് കീയും കൂടി ഒരുമിച്ച് അമർത്തി നമുക്ക് അണ്ടർസ്കോർ ഇടാം. അതിനുശേഷം നമ്മൾ Q1 അല്ലെങ്കിൽ G1 എന്നോ കൊടുക്കാം. നമ്മൾ ഫോൾഡർ എന്ന് പറയുന്നത് Exam10 ആണ്. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൻ്റെ മുകളിലുള്ള ഹോം ഫോൾഡർ സെലക്ട് ചെയ്ത് Exam10 എന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സേവ് ഇൻ ഫോൾഡറിൽ ഹോം ഫോൾഡർ Exam10 എന്ന ക്രമത്തിൽ വന്നിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്ത ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫയൽ മിനിമൈസ് ചെയ്ത് Exam10ൽ ഇത് വന്നിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തണം. അതിനുവേണ്ടി ഹോം ഫോൾഡർ സെലക്ട് ചെയ്ത് Exam10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഫയൽ നമ്മളിവിടെ മിനിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും Exam10 ഫോൾഡർ ഓപ്പൺ ചെയ്തതുകൂടി നമ്മളിങ്ങനെ ക്രമീകരിച്ച് വെച്ചതിന് ശേഷം ഇൻവിജിലേറ്ററെ വിളിച്ച് കാണിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. Prepare a sticker in Inkscape software as shown in the model. Hint: include the image say no to drag.jpg given in the folder images done in home in it. Add the text say no to drags below it as shown in the model. Save the sticker as svg file in the folder Exam10 in home with your register number underscore question number as file name. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മാതൃകയിലുള്ളതുപോലെ ഒരു സ്റ്റിക്കർ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. സൂചന: ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലെ സേ നോ ടു drag.jpg എന്ന ചിത്രം ഉൾപ്പെടുത്തി അതിനു താഴെയായി സേ നോ ടു ഡ്രഗ്സ് എന്ന ടെക്സ്റ്റ് മാതൃകയിലേതുപോലെ ചേർക്കുക. തയ്യാറാക്കിയ ചിത്രം ഹോമിലെ Exam10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന പേരിൽ svg ഫയലായി സേവ് ചെയ്യുക. ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മിനിമൈസ് ചെയ്യാം. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന രീതിയിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. ഈ ചോദ്യത്തിൽ നമുക്കൊരു ചിത്രം ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഇമേജസ് 10ലെ ഹോമിലെ ഇമേജസ് 10ലെ സേ നോ ടു drag.jpg എന്ന ചിത്രമാണ് നമുക്കിവിടെ ഉൾപ്പെടുത്തേണ്ടത്. ചിത്രം വരുമ്പോൾ നമുക്ക് ആദ്യം ചിത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ആദ്യം ചിത്രം ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി ഫയൽ മെനുവിലെ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് ഹോം ഫോൾഡർ സെലക്ട് ചെയ്ത് ഇമേജസ് 10 സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ആവശ്യം സേ നോ ടു drag.jpg ആണ്. അവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. തുറന്നു വരുന്ന ജാലകത്തിൽ നമ്മൾ എംബഡ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. എംബഡിൽ അല്ലെങ്കിൽ നമ്മൾ എംബഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ചിത്രം ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ ചിത്രത്തിന് നമുക്കൊന്ന് ചെറുതാക്കി വെക്കാം. ചെറുതാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ചിത്രത്തിൽ ഇത് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ച് ഇതുപോലെ ക്രമീകരിക്കണം. അതിനുവേണ്ടി നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു. ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പ്, ഒരു ചതുരാകൃതി ഇവിടെ വരക്കുന്നുണ്ട്. ആ ചതുരാകൃതിയുടെ കളർ ലഭ്യമല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് കളർ കൊടുത്തു നോക്കുന്നു. ഓക്കെയാണ്. അതല്ലെങ്കിൽ നമുക്ക് ആൽഫ ഒപ്പാസിറ്റി, ബ്ലർ ഒപ്പാസിറ്റി ഇവയൊക്കെ പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു സ്ട്രോക്ക് ആവശ്യമാണ്. ഒരു ചുവപ്പ് കളറുള്ള സ്ട്രോക്കാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി സ്ട്രോക്ക് പെയിൻറ് എടുത്തതിന് ശേഷം ഫിൽ ആൻഡ് സ്ട്രോക്ക് മെനുവിൽ സ്ട്രോക്ക് പെയിൻറ് എടുക്കുന്നു. ഫിൽ ആൻഡ് സ്ട്രോക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പാർട്ട് 1 വീഡിയോയും അതുപോലെ തന്നെ അതിലുള്ള ചോദ്യങ്ങളും കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഫിൽ ആൻഡ് സ്ട്രോക്ക് ലഭിച്ചതിന് ശേഷം നമ്മളിവിടെ ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ട്രോക്ക് സ്റ്റൈലിൽ പോയി നമ്മൾ ഇപ്പോൾ ഇവിടെ ഇത്രയും വലുപ്പത്തിലാണ് സ്ട്രോക്ക് ലഭ്യമായിട്ടുള്ളത്. നമ്മളതിനൊന്ന് വലുപ്പം കുറച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിലേക്ക് അതിനെ മാറ്റുന്നു. അതിനുശേഷം നമ്മൾ സ്ട്രോക്ക് പെയിൻറ്റിൽ പോയി ഇതിൻ്റെ കളർ നമുക്ക് റെഡ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ഒരു റെഡ് കളർ ചൂസ് ചെയ്യാം. വീലിൽ പോയി നമ്മളൊരു റെഡ് കളർ ചൂസ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ചോദ്യത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്കിവിടെ ഈ റെക്റ്റാങ്കിളിന് യെല്ലോ അതുപോലെ വൈറ്റും കൂടി കലരുന്ന രീതിയിലാണ് അതിൻ്റെ നിറം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഗ്രേഡിയൻ്റ് ആണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഗ്രേഡിയൻ്റ് കൊടുക്കാനായി നമ്മൾ ഈ ഒരു ഷേപ്പ്, അതായത് ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫിൽ ടാബിനകത്തെ ലീനിയർ ഗ്രേഡിയൻ്റ് ചൂസ് ചെയ്യുന്നു. ലീനിയർ ഗ്രേഡിയൻ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു.
ലീനിയർ ഗ്രേഡിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്കിതിൻ്റെ നോഡുകൾ കണ്ടെത്തണം. നോഡ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ നോഡ് ടൂളാണ് എടുക്കുന്നത്. എഡിറ്റ് പാത്ത് ബൈ നോഡ് ടൂൾ എടുക്കുന്നു. ഈ നോഡിനെ നമ്മൾ മുകളിലോട്ടും ഇവിടെ നിന്ന് നമ്മൾ ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് നീക്കുന്നു. ഇതാണ് നമ്മളെ ഗ്രേഡിയൻറ്റിൻ്റെ നോഡ്. ഒരു ലൈന് വരുന്ന തരത്തിലുള്ള 2 നോഡുകൾ കാണാം. അതാണ് ഗ്രേഡിയൻറ്റ് നോഡ്. അത് നമ്മൾ ഇങ്ങോട്ട് നീക്കുന്നു. ഇവിടുത്തെ ഈ നോഡ് നമ്മൾ താഴ്ഭാഗത്തേക്കും നീക്കി വെക്കുന്നു. ഇനി മുകളിലത്തെ കളർ നമ്മളൊരു യെല്ലോ കളറാക്കി മാറ്റുകയാണ്. ഒരു ലൈറ്റ് യെല്ലോ കളറാക്കി മാറ്റുന്നു. താഴത്തേക്കുള്ള കളർ ഒരു വൈറ്റ് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെ വൈറ്റ് കളർ നമ്മൾ ചൂസ് ചെയ്യുന്നു. വൈറ്റ് കളർ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ വൈറ്റ് കളർ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ ഗ്രേഡിയൻറ്റ് ചോദ്യത്തിലുള്ളതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ നോഡുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ഗ്രേഡിയൻറ്റിൻ്റെ ഒരു കളർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഈ ചിത്രം ഇതിൻ്റെ മുകളിലേക്ക് ക്രമീകരിക്കണം. ഇപ്പോൾ ചിത്രം ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ താഴെയാണ്, ഈ ഒബ്ജക്റ്റിൻ്റെ പിറകിലായിട്ടാണ് ഇരിക്കുന്നത്. അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ആ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ആ ചിത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് മെനുവിലെ റൈസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. റൈസ്, ലോവർ, റൈസ് ടു ടോപ്പ്, ലോവർ ടു ബോട്ടം, ഈ 4 ഓപ്ഷൻസും നമുക്ക് ഒബ്ജക്റ്റുകളെ പിറകിലേക്കും മുന്നിലേക്കുമായി അറേഞ്ച് ചെയ്യാൻ ഇവിടെ ലഭ്യമാണ്. അതിന് പകരം നമുക്ക് കീബോർഡിലുള്ള പേജ് അപ്പ്, പേജ് ഡൗൺ, ഹോം, എൻഡ് എന്നീ കീകളും ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ താൽക്കാലികമായി റൈസ് എന്ന് കൊടുക്കുന്നു. നമ്മളെ ചിത്രം നമ്മൾ വരച്ച ഒബ്ജക്റ്റിന് മുകളിലേക്ക് വന്നതായി നമുക്ക് കാണാം. ഇനി ചോദ്യത്തിലേതുപോലെ നമ്മൾ ഈ ഒരു ചിത്രത്തിനെ ഇതിൻ്റെ നടുവിലായി ക്രമീകരിച്ച് വെക്കുകയാണ്. നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഈ ചിത്രം ഇവിടെ നമ്മൾ ക്രമീകരിച്ച് വെക്കുന്നു. അതിനുശേഷം നമുക്ക് താഴ്ഭാഗത്ത് സേ നോ ടു ഡ്രഗ്സ് എന്ന് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. അതുപോലെ ടെക്സ്റ്റ് ടൂൾ എടുത്തതിന് ശേഷം ഈ വിൻഡോയുടെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്ത് വെച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് സൂം കൂടുതലായിട്ടുണ്ട്, അതുകൊണ്ട് സൂം കുറച്ച് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ ഈ ഭാഗത്താണ് സൂം ഉള്ളത്. അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് സൂം നമ്മൾ കുറച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടെക്സ്റ്റ് എഴുതുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാം. ഈ ഒരു 2 ഒബ്ജക്റ്റിനെയും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി കറക്റ്റായി അതിനെ ക്രമീകരിച്ച് വെച്ചിട്ട് നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. ഷിഫ്റ്റ് അമർത്തി പിടിച്ചതിന് ശേഷം 2 ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്യുന്നു. നമ്മൾ മുൻപ് വരച്ച റെക്റ്റാങ്കിളിനെ അഥവാ ചതുരത്തിനെ അവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ വരച്ച ഒബ്ജക്റ്റുകൾ കറക്റ്റായി ഗ്രൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ടൂൾ എടുത്തതിന് ശേഷം സേ നോ ടു ഡ്രഗ്സ് എന്ന് ഇംഗ്ലീഷിൽ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ സേ നോ ടു ഡ്രഗ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റുകൾ എഴുതുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ടെക്സ്റ്റ് എഴുതിയത് ഉടനെ തന്നെ നമ്മൾ Ctrl A പ്രസ് ചെയ്തുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. ഇത് ബോൾഡ് ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മൾ ഫോണ്ട് സ്റ്റൈലിൽ പോയി ബോൾഡ് ചെയ്യുന്നു. ഇനി ഇതിനെ ചെറുതാക്കി വെക്കാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് ചെറുതാക്കി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ കൺട്രോളും നമ്മൾ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആ എഴുത്തിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ചെറുതാക്കി വെക്കുന്നു. ഇനി നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ നോ എന്ന് പറയുന്നത് റെഡ് കളറിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നോ മാത്രം റെഡ് കളറിൽ വരുത്താൻ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. ടെക്സ്റ്റ് ടൂൾ എടുത്ത് നോ മാത്രം സെലക്ട് ചെയ്യാം. ഇവിടെ നോ മാത്രം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം റെഡ് കളറിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴത്തെ പാനലിലുള്ള റെഡ് കളറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളതിനെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക്, അതായത് നമ്മൾ ചതുരം വരച്ചതിന് മുകളിലേക്ക് ഇതുപോലെ നമുക്ക് ഉൾപ്പെടുത്താം. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നമുക്ക് നോ എന്നതിൻ്റെ കളർ ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും കളർ ബ്ലൂ ആണ് വേണ്ടത്. നമ്മൾ ബ്ലൂ കൊടുക്കുന്നു. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നോ മാത്രം സെലക്ട് ചെയ്ത് നമ്മളിവിടെ റെഡും കൊടുക്കുന്നു. ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ടെക്സ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തയ്യാറാക്കിയ ചിത്രം ഹോമിലെ എക്സാം10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ SVG ഫയലായി സേവ് ചെയ്യുക. അപ്പോൾ ഇത് സേവ് ചെയ്യാനായി നമുക്കിതൊന്ന് ഗ്രൂപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പ് ചെയ്ത് വെച്ച ഈ ഒരു ഒബ്ജക്റ്റും അതുപോലെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ച് നമ്മൾ ഈ ടെക്സ്റ്റും സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ ഒബ്ജക്റ്റുകളും ഗ്രൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ക്യാൻവാസിലേക്ക് ക്രമീകരിച്ചതിന് ശേഷം ഫയൽ മെനുവിലെ സേവാസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുക്കുന്നു. അതിനകത്ത് നമ്മൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ, ഇവിടെ നമ്മൾ Q1 അല്ലെങ്കിൽ G1 എന്ന് നമുക്ക് പേര് കൊടുക്കാം. അതിനുശേഷം ഹോം ഫോൾഡറിലെ എക്സാം10 നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു.
ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സേവ് ചെയ്ത ഫയലിനെ നമുക്ക് ഇൻവിജിലേറ്ററെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് ഇത് മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ പാനലിൽ ആ ഒരു ഫയൽ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം ഹോം ഫോൾഡറിൽ exam10 നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ചെയ്തു വെച്ച ഈ ഫയലും അതുപോലെ exam10ഉം ഇതുപോലെ ക്രമീകരിച്ച് വെക്കുന്നു. exam10 നമ്മൾ ഇതിൻ്റെ മുകളിലായി ക്രമീകരിച്ച് വെക്കുന്നു. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവിജിലേറ്ററെ വിളിച്ച് കാണിക്കാവുന്നു.